ഹലോ, വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ബോർഡേഴ്സ്. ഞാനിവിടെ അമേരിക്കയിൽ വന്നതിന് ശേഷം പോകുന്ന ഒരു അടിപൊളി ട്രിപ്പാണിത്. 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഞാനൊരു ഓറിഗോൺ സീരീസ് എന്ന് പറയാം. കാരണം ഇതിൽ ഒരുപാട് പ്ലേസസ് കണ്ടതൊക്കെ ഞാൻ ഇതിൽ ഓരോരോ പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നല്ല ലെങ്തി വീഡിയോ ആയിരിക്കും. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് ഓറിഗോണിലെ പോർട്ട്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഞങ്ങളൊരു 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബിഗ് ട്രിപ്പാണ് കേട്ടോ ഇത്. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചില്ല് ചെയ്യാനും കുറേ സ്ഥലങ്ങൾ കാണാനും ഒക്കെയാണ് പ്ലാൻ. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് സിയാറ്റിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് അവിടെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്റ്റേൻ്റെ കാര്യം പ്രശ്നമില്ല. അവരുടെ വീട്ടിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് അവരുടെ വീട്ടിലേക്കാണ്. ഒരു 5 hours ഫ്ലൈറ്റ് ജേർണി ആയിരുന്നു. 5 hours ആക്ച്വലി ഒരു 7 hours ഒക്കെ ആയിട്ട് കൺവേർട്ടായി. അങ്ങനെ നല്ല സൺസെറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു നല്ല കോഫിയും ഓർഡർ ചെയ്ത് കുടിക്കാമെന്ന്. അങ്ങനെ ഞാൻ എപ്പോഴും ഇവിടുന്ന് ഇങ്ങനെ കോഫി വാങ്ങിച്ചിട്ട് പാലൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക, അല്ലെങ്കിൽ കുടിക്കാനേ പറ്റില്ല കേട്ടോ. അങ്ങനെ നൈറ്റായി ഒരു മൂവിയൊക്കെ കണ്ട് കുറേ ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പം നമ്മളുടെ ഫ്രണ്ട്സ് നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ഇപ്പം 12:30 ആയി ലാൻഡ് ആയിട്ട്. ഇന്ന് ഫുള്ളൊരു കഥയായിരുന്നു, ഒന്നും പറയണ്ട. അലാസ്കൻ എയർലൈൻസിലായിരുന്നു ആദ്യം ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നത്. പക്ഷേ സപ്പോസ് ടു ബി ഏർലി മോർണിംഗ് ആൻഡ് വി ആർ സപ്പോസ് ടു വിസിറ്റ് സിയാറ്റിൽ ടുഡേ, ബട്ട് ഇറ്റ് ഗോട്ട് ക്യാൻസൽഡ്. പിന്നെ ഫ്ലൈറ്റ് റിസർവേഷൻസ് എൻ്റെയും സനയുടെയും ഒന്നായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വേറെ ആയിരുന്നു. സോ ഞങ്ങൾക്ക് കിട്ടിയ ഫ്ലൈറ്റ് അല്ല അവന് കിട്ടിയത്. സോ ഹി ഹാഡ് ടു ഗോ ടു സിയാറ്റിൽ ഓൺ ഡിഫറെൻറ്റ് എയർലൈൻ ഫ്രം എൻറ്റയർലി ഡിഫറെൻറ്റ് എയർപോർട്ട്. ആൻഡ് ഞങ്ങൾ വന്നിട്ട് വേറെ ഒരു കണക്റ്റിംഗ് ഫ്ലൈറ്റൊക്കെ എടുത്ത് 5 hour ജേർണി ഒരു 7 hours ആയിട്ട് മാറി. അങ്ങനെ കുറച്ച് സമയത്ത് കാത്തിരിപ്പിന് ശേഷം നമ്മളുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം സിയാറ്റിൽ നമുക്ക് കാണാൻ പറ്റില്ല, എന്തായാലും ലേറ്റായി. ഇന്ന് കംപ്ലീറ്റ് ഒരു ട്രാവൽ ഡേ ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. അങ്ങനെ ഇത് നമ്മളുടെ ഫസ്റ്റ് ഡേ ആണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് നേരെ സിയാറ്റിലേക്കാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ആ ഒരു സിറ്റി ഓവർ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇതിന് ഡൗൺ ടൗൺ എന്നാണ് പറയുന്നത് കേട്ടോ. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടെ പോയാലും ഫസ്റ്റ് പ്രയോറിറ്റി നല്ല അടിപൊളി ഇന്ത്യൻ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അഞ്ചപ്പാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇവിടുത്തെ ഫുഡ് കിഡിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ അഞ്ചപ്പാർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അടിപൊളിയായിട്ടുള്ള ഫുഡ് നമ്മൾ ഇന്ത്യയിലുണ്ടല്ലോ ഇത് ഉണ്ടല്ലേ. അതാണ് ഇവിടെ பிரான்ச் ஆனு தோணுது. இந்தியாவில் பிரான்ச் தானே, கோயம்புத்தூர். இது வந்து சிக்கன் லாலிபாப் நம்ம ஊர்ல எப்படி சாப்பிடணும்னா இதை எடுத்து இதுல முக்கி சாப்பிடணும். யூஸ் வரணும், வராத மாதிரி பண்ணக்கூடாது. வேணும் கண்டிப்பா. അഞ്ചപ്പാറിലുള്ള എൻ്റെ ഫസ്റ്റ് വിസിറ്റ് ആണ് ഇത്. പക്ഷെ ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. അവിടെ എല്ലാവരും ഓരോരോ ഡിഷായിട്ട് ഓർഡർ ചെയ്തിട്ട് അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡിഷും ഞങ്ങൾ ട്രൈ ചെയ്ത്. അതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഈ ഒരു ഫിഷ് ഫ്രൈ. ഓ മൈ ഗോഡ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കുറേ കഴിച്ച്. പിന്നെ ബാക്കി ഐറ്റംസ് എന്നൊക്കെ ഞാൻ കുറച്ച് ടേസ്റ്റ് നോക്കിയപ്പോൾ തന്നെ എൻ്റെ അപ്പറ്റൈറ്റ് അത്രയേ ഉള്ളൂ, ഞാൻ അത്രേ കഴിച്ചുള്ളൂ. ലാസ്റ്റ് ഇതിൽ എൻഡ് ചെയ്തു. അങ്ങനെ ഫൈനലി ഞങ്ങൾ സിയാറ്റിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ ഒരു സിറ്റി. ഇവിടുത്തെ റോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വേവി കൈൻഡ് ഓഫ് ആണ്. ഒരു കയറ്റം ഒരു കുത്തനിറക്കം അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ക്രൂസ് ഷിപ്പാണ് ഫസ്റ്റ് എടുക്കുന്നത്. കുറച്ച് ദൂരം നടന്ന ഒരു സിറ്റി വൈബൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിപ്പോൾ ക്രൂസിൽ കയറാൻ വേണ്ടി പോവാണ്. അധികം ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സിയാറ്റിൽ ക്രൂസ് ടു നമ്മൾ ഷിക്കാഗോയിൽ നമ്മൾ കണ്ടില്ലേ, അപ്പോൾ അതേ കണക്കത്തെ സിയാറ്റിൽ എക്സ്പീരിയൻസ്. ഇവിടെ അധികം ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ ഇതുപോലെ ക്രൂസ് ട്രാവൽ ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് നമ്മുടെ സിറ്റീനെ പറ്റിയിട്ട് അറിയാനും ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ അതിൽ ആൾക്കാരുണ്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വേണ്ടിയിട്ട്. മേലെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയറൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു സൈഡ് സീറ്റ് പിടിക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്, വീഡിയോസ് എടുക്കാനും സ്ഥലങ്ങൾ കാണാനും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരു ഗൈഡും ഇതിനകത്ത് ഉണ്ടാകും. അവർ ഓരോരോ സ്പോട്ടിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അങ്ങനെ നമുക്ക് അവർ പറയുന്ന കേട്ടുകൊണ്ട് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോവാം, നല്ല രസമാണ്. പക്ഷേ ഞാൻ മുന്നേ പോയിട്ടുള്ള ക്രൂസ് ഷിപ്പിലൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. നമ്മൾ ഉള്ളിലേക്ക് പോകും തോറും തണുപ്പ് കൂടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൊക്കെ എൻ്റെ കയ്യിലൊരു ബ്ലാങ്കറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോരോ സ്ഥലങ്ങൾ കാണുമ്പോഴും ഞങ്ങളിങ്ങനെ അമേസ്ഡ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു, നമുക്ക് വീഡിയോയിലൊന്നും കിട്ടുന്നില്ല. Oh my god, we are in love with Seattle guys.
മെയിൻ തിങ് എന്തെന്ന് വെച്ചാൽ യു ഹാവ് മൗണ്ടൻസ് ഓവർലുക്കിംഗ് everywhere. കംപ്ലീറ്റ് ഭയങ്കര സിറ്റി വൈബ് ആ സൈഡ്. There's an urban jungle. പിന്നെ അവിടെ വന്നിട്ട് skyline, it's really good. I'm in love. I mean, we're not actually surprised if we even moved to Seattle, അല്ലേ? Really ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണം. ഞങ്ങൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല. ആക്ച്വലി ഞങ്ങൾ വന്നിട്ട് സ്ഥലങ്ങളൊക്കെ ഒന്ന് 2-3 സ്ഥലങ്ങൾ കണ്ടിട്ട് തിരിച്ചു പോകും. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ഇവിടുന്ന് 2 മണിക്കൂർ ഡിസ്റ്റൻസിലാണുള്ളത്. സോ അവിടെ പോകാൻ തിരിച്ച്. ഇന്ന് ഇവിടെ ഉള്ള കുറച്ച് ഐക്കോണിക് പ്ലേസസ് ഒക്കെ കാണുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. നമ്മളുടെ ഫസ്റ്റ് വിസിറ്റ് ആണ് ഈ ക്രൂസ് ഷിപ്പിലുള്ള. ഇത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് തോന്നുന്നു. കോസ്റ്റൽ ഏരിയസ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് ഷോ യു അറൗണ്ട്. ഇറ്റ്സ് ഫോർ an hour. ആഫ്റ്റർ ദാറ്റ് സ്പേസ് നീഡിൽ കുറെ പരിപാടി ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത സ്പോട്ടിൽ എത്തിയിട്ട് കാണാം. നിന്റെ പിക്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ പറയുന്ന എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. But yeah, Seattle, one of the best places I've been in the US so far. Mainly because of, you know, a marriage between nature and man creations, right? അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത പ്ലാൻ. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോവാണ്. ഇനി ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട് ഇവിടെ. അത് കംപ്ലീറ്റ് ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് മാക്സിമം ഞാൻ ഇതിൽ കാണിക്കാം. നമ്മൾ അടുത്ത പോകാൻ പോകുന്നത് ചിഹൂലി ഗാർഡൻസ്. ചിഹൂലി ഗാർഡൻസ് എങ്ങനെ പോണ? ക്യാബ് പിടിച്ചു വേണ്ട. വി ബുക്ക് ദ ക്യാബ്. ആർക്കിടെക്ചർ ഒക്കെ കൊള്ളാം. നിനക്ക് ഇവിടെയാണോ ഷിക്കാഗോ ആണോ ഇഷ്ടപ്പെട്ട? I like Seattle more nowadays. അല്ലേ? ആ എനിക്കും. ഈ സിയാറ്റിൽ വൺ ഓഫ് ദ ഫേമസ് സ്പോട്ടാണ് സ്പേസ് നീഡിൽ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഈ ചിഹൂലി ഗാർഡൻ വരുന്നത് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുള്ളി ലാൻഡ്സ്കേപ്ഡ് ഗാർഡനിൽ ഇറ്റ്സ് ഫിൽഡ് വിത്ത് കളർഫുൾ ഗ്ലാസസ്. നല്ല ഭംഗിയുള്ള ആർട്സ് ആണ് അവിടെ ചെയ്തിട്ടുള്ളത് യൂസിങ് എ വൈബ്രൻറ്റ് കളേഴ്സ്. സോ നല്ലൊരു ഫ്ലവേർഡ് പോലെയൊക്കെ ഉണ്ടാവും കാണാനായിട്ട്. നല്ല രസമാണ്. നൈറ്റ് അതിന് ഹൈലൈറ്റ് ചെയ്യാൻ അവർ ലൈറ്റ്സ് യൂസ് ചെയ്യുന്നതും ഞാൻ കണ്ടു. നമ്മളിപ്പോൾ വന്നിട്ട് ചിഹൂലി ഗാർഡൻ ആൻഡ് ആർട്ട് വർക്കിലാണ് ഇരിക്കുന്നത്. സോ ചിഹൂലി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഇറ്റ്സ് റെനോൺ ഫോർ ഹിസ് ഗ്ലാസ് വർക്ക്. സോ ഹിസ് ക്രിയേഷൻസ് ആണ് ഇവിടെ കാണാൻ പോകുന്നത്. പിന്നെ ഇൻസൈഡ് ദ മ്യൂസിയം നമുക്ക് കുറേ ആർട്സ് കാണാൻ പറ്റും. നമ്മളിങ്ങനെ വണ്ടർ അടിച്ച് പോകുന്ന നല്ല അടിപൊളി കളേഴ്സും നല്ല ഡിസൈൻസൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഒരുപാട് സമയം അതിനകത്ത് സ്പെൻഡ് ചെയ്തു. മാത്രമല്ല നല്ല ഫോട്ടോസ് എടുക്കാനും അത് നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് ഒരു ആർട്ട് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഭയങ്കര മെസ്മറൈസ്ഡ് ആയിട്ട് ഇരിക്കും. എസ്പെഷ്യലി ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഡിസൈൻസിലായതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഇറങ്ങാമെന്നും പറഞ്ഞ് കയറിയത് ഞങ്ങൾ ഒരുപാട് സമയം അതിൻ്റെ അകത്ത് തന്നെ ആയിരുന്നു. ഇത് വന്നിട്ട് നമ്മളെ ചിഹൂലി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് പണിഞ്ഞ ഗ്ലാസ് മ്യൂസിയം ആണ്. ആർട്ട് വർക്ക് റിയലി ഗുഡ് ആക്ച്വലി. നോക്കാം. ആൾക്കാരെ എടുത്തിട്ട് ഇങ്ങനെ ചതുക്കി വെച്ചിട്ട് ഇങ്ങനെ അവിടെ ഷേപ്പ് ആക്കിയതായിരിക്കും. ഞാനും ഉണ്ടാക്കും ഇതുപോലൊക്കെ. ഓ ഇതല്ല ഭംഗിയുണ്ട്. ഇതെന്താ? ഇത് ഇവിടുത്തെ നേറ്റീവ് ഇന്ത്യൻസിന്റെ പോർട്രേറ്റ്സ് ആണ്. ചിഹൂലി ഗാർഡൻ കഴിഞ്ഞു. അത് വന്നിട്ട് ഫുള്ളി ഗ്ലാസ് സ്കൾപ്ചർ ഉള്ള ഒരു മ്യൂസിയം ആണ്. എന്തുവാണ് അവിടെയാണ് ഇവിടുത്തെ ഗ്രീൻ ഹൗസ് തോന്നുന്നു ഇതിന്റെ ലാസ്റ്റ് പോർഷനുള്ള. കണ്ണും തുറക്കാൻ പോയ. പക്ഷേ കൊള്ളായിരുന്നു മൊത്തത്തിലല്ലേ? ആമാ. അങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി 2 എക്സ്പീരിയൻസും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ ചെയ്യാൻ. പക്ഷെ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് ഭയങ്കര കൂടിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പാർട്ട് 2 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ. സോ ബൈ, ടേക്ക് കെയർ.